അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചു നാടുകടത്താനുള്ള നടപടികൾ ട്രംപ് ഭരണകൂടം തുടങ്ങിയതായി റിപ്പോർട്ട്. അനധികൃത കുടിയേറ്റക്കാരുടെ ആദ്യ ബാച്ച് ആളുകളുമായി C-17 സൈനിക വിമാനം പുറപ്പെട്ടതായി US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 7 ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ മതിയായ വിസ ഇല്ലാതെ അമേരിക്കയിൽ ഉണ്ടെന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഇനി വരാനുള്ള നാളുകൾ കനത്ത തിരിച്ചടിയുടേതാകും. ഇപ്പോൾ പുറപ്പെട്ട വിമാനം 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. C-17 വിമാനം കുടിയേറ്റക്കാരുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടെങ്കിലും കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും കഴിഞ്ഞാകും എത്തുകയെന്ന് പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അമേരിക്ക ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നാടുകടത്തലിനാണ് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നത്. അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ പ്രാഥമിക പട്ടികയിൽ തന്നെ 18,000 ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ട്. ഗോട്ടിമാല, പെറു, ഹോണ്ടുറാസ് തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാരെ നേരത്തെ അമേരിക്ക കയറ്റി അയച്ചിരുന്നു. ടെക്സസിലെ എൽ പാസോയിലും കാലിഫോർണിയയിലെ സാൻഡിഗോയിലും US അധികാരികൾ തടവിലാക്കിയിരിക്കുന്ന 5000-ലധികം കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനുള്ള വിമാനങ്ങളും തയ്യാറായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. US മെക്സിക്കോ അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുക, പിടിയിലായ കുടിയേറ്റക്കാരെ നാടുകടത്താൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുക, ഇവരെ പാർപ്പിക്കാൻ സൈനിക താവളങ്ങൾ തുറക്കുക തുടങ്ങി നാടുകടത്തൽ നീക്കത്തിന് കൂടുതൽ സൈനിക സഹായം ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള ചെലവേറിയ മാർഗമാണ് സൈനിക വിമാനങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഗോട്ടിമാലയിലേക്കുള്ള ഒരു സൈനിക നാടുകടത്തൽ വിമാനത്തിന് ഒരു കുടിയേറ്റക്കാരന് കുറഞ്ഞത് $4,675, അതായത് 4 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ ചെലവായെന്നാണ് കണക്ക്. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരോടും ട്രംപ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും പങ്കുവച്ചിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ ശരിയായ നടപടി സ്വീകരിക്കും. പ്രധാനമന്ത്രി മോദിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പിന്നാലെ ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. മൊത്തം 15 ലക്ഷം പേരാണ് പട്ടികയിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ 7.25 ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെന്നും സൂചനയുണ്ട്. അമേരിക്കയിലെ അനധികൃതമായി കുടിയേറിപ്പാർത്തവരുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. US-ൽ നിന്നും ഇന്ത്യയിലേക്ക് നാട് കടത്തുന്നവരുടെ കൃത്യമായ എണ്ണം ഇതുവരെയും ലഭ്യമായിട്ടില്ലെന്നും ആ വിവരങ്ങൾ പരിശോധിച്ചു വരികയുമാണെന്നാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയത്. 2023 ഒക്ടോബറിനും 2024 സെപ്റ്റംബറിനുമിടയിൽ 1100-ലധികം ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്തിയതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത കാലത്തായി US-ൽ നിന്നുള്ള അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിൽ വർധനവുണ്ടായിട്ടുണ്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി, ബോർഡർ ആൻഡ് ഇമിഗ്രേഷൻ പോളിസി അസിസ്റ്റന്റ് സെക്രട്ടറി റോയ്സ് മുറെ കഴിഞ്ഞ നവംബറിൽ വ്യക്തമാക്കിയിരുന്നു.